ഹർത്താലിനോടനുബന്ധിച്ച വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ ലക്കിടി രാവിലെ തന്നെ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. അടിയന്തര ആവശ്യങ്ങളുമായി എത്തിയവരെ മാത്രമാണ് പോകാൻ അനുവദിച്ചത്. ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും വാഹനങ്ങൾ തടഞ്ഞു. വാഹന ഉടമകളും പ്രതിഷേധക്കാരും തമ്മിൽ തർക്കങ്ങളും ഉണ്ടായി. പ്രതിഷേധത്തിന്റെ ഭാഗമായി UDF കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വയനാടൻ ജനതയുടെ താക്കീതാണ് യഥാർത്ഥത്തിൽ ഈ ഹർത്താൽ. അതോടൊപ്പം പുനരധിവാസം വൈകുന്ന സ്പോൺസേഴ്സിന്റെ ഒരു മീറ്റിംഗ് പോലും വിളിക്കാത്തതായ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കൂടിയാണ് ഈ ഹർത്താൽ. കൽപ്പറ്റയിൽ പ്രകടനം നടത്തിയ LDF പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. കേന്ദ്ര ഗവൺമെന്റ് അവഗണനയോട് വയനാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഹർത്താലിന്റെ വിജയത്തിന്റെ സൂചന. KSRTC പോലീസ് അകമ്പടിയോടെ ദീർഘദൂര സർവീസുകൾ നടത്തി. LDFും UDFും ഒരുമിച്ച് പ്രതിഷേധത്തിനിറങ്ങിയതോടെ വയനാട് ഹർത്താലിൽ ജനജീവിതം സ്തംഭിച്ചു. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.